നമസ്കാരം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ITIയിലെ SFI KSU സംഘർഷം കൊടിമരത്തിന്റെ പേരിലായിരുന്നു. പോലീസിന്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാതെ ക്യാമ്പസിനകത്തും പുറത്തുമുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത SFIയുടെ ധിക്കാരമാണ് സംഘർഷത്തിനിടയാക്കിയതെന്നായിരുന്നു KSU വാദം. പ്രകോപനം KSUവിന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായതെന്ന് SFIയും പറയുന്നു. കലാലയങ്ങളിലെ രക്തച്ചൊരിച്ചിൽ പുതിയ സംഭവമല്ലെങ്കിലും കണ്ണൂരിൽ അത് അതിരുവിട്ടു പോയിരിക്കുന്നു. കയ്യൂക്കിൽ അടിച്ചൊതുക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയമാണോ കണ്ണൂരിൽ ഇന്ന് നമ്മൾ കണ്ടത്? ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ KSU മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അവർ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത്. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് PS, KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ആൻ, യഥാർത്ഥത്തിൽ ഇന്ന് സംഘർഷത്തിന് ഇടയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇന്ന് ഒരു ദിവസം മാത്രമുണ്ടായ സംഭവമല്ല. ഒരു ദിവസം എന്തോ വലിയ സംഘർഷം ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് ഇവർ ചിത്രീകരിക്കുന്നത്. പക്ഷേ സെപ്റ്റംബർ 26 തീയതി ദേവകുമാർ എന്ന വിദ്യാർത്ഥിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് 2 SFIക്കാർ റിമാൻഡിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 26 ഉണ്ടായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 4 പാർട്ടി അവിടെ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ഒക്ടോബർ 4 സെപ്റ്റംബർ 26 ക്രൂരമർദ്ദനത്തിന് മറുപടിയായിട്ട് പ്രതിരോധമായിട്ട് ഒക്ടോബർ 4 ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. നവംബർ 6 വീണ്ടും കൊടിമരം വെക്കാൻ ശ്രമിക്കുന്നു, സംഘർഷം ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഡിസംബർ 8 വീണ്ടും കൊടിമരം വെക്കാൻ ശ്രമിക്കുന്നു, കൊടിമരം സ്ഥാപിക്കുന്നു, കൊടിമരം നശിപ്പിക്കുന്നു. അങ്ങനെ സംഘർഷങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതുപോലെ SFIയുടെ ഒരു കോട്ടയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ വിദ്യാർത്ഥി ശബ്ദങ്ങളെ അനുവദിക്കാത്ത ഒരു ക്യാമ്പസിൽ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സംഘടന അവരുടെ പൊളിറ്റിക്കൽ സിമ്പിളായിട്ടുള്ള ഒരു കൊടിമരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ടിരിക്കുന്നത് എന്നത് ജനാധിപത്യപരമായിട്ട് നമ്മളെല്ലാവരും എത്രമാത്രം പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ITIയിലെ സംഭവത്തിലേക്ക് വന്നാൽ ഇന്ന് ഈ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ സാധ്യത നേരത്തെ തന്നെ നിലനിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നേരത്തെ തന്നെ പോലീസ് സേന എത്തിയിട്ടുണ്ടാകണം. അവർ ഈ സംഘർഷത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിലെ ജാഗ്രതയിലായിരിക്കണം പോലീസ് ഉണ്ടായിട്ടുണ്ടാവുക. എന്നിട്ടും ഇതെങ്ങനെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അടിപിടിയിലേക്ക് എങ്ങനെയാണ് മാറിയത്? ഇന്നത്തെ സംഘർഷത്തിന് തുടക്കമിട്ടത് എവിടെ നിന്നാണ്? പോലീസിനെ വരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ, ഉന്നത പോലീസ് ഓഫീസേഴ്സിനെ വരെ സമരഭൂമിയിൽ ആക്രമിക്കുന്ന, തെറി പറയുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന സംഭവങ്ങൾ SFI നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നതാണ്. ഇവിടുത്തെ സർവകലാശാലകൾ, ഇവിടുത്തെ ക്യാമ്പസിലെ പ്രിൻസിപ്പാളുമാരെ വധഭീഷണിയും അവരെ റിട്ടയർമെൻറ്റിന് ശേഷം പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ, വിക്ടോറിയ കോളേജിൽ ഉൾപ്പെടെ പ്രധാന അധ്യാപകർ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ SFIയുടെ ജില്ലാ നേതാവ് ആവർത്തിച്ച് പറയുന്നുണ്ടായി, ഇവിടെ എങ്ങനെ സംഘർഷം നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. ജീർണിച്ച വലതുപക്ഷത്തിന്റെ ചിന്താഗതിയാണ്. മാധ്യമങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു എന്നൊക്കെ കണ്ണൂരത്തെ ജില്ലാ നേതാവ് ചോദിക്കുന്നത് ഞാൻ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായിരുന്നു. SFIയുടെ ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് KSU കൊടി സ്ഥാപിക്കുന്ന ദിവസം അവിടെ സംഘർഷമുണ്ടാകും എന്നുള്ളത് ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന രീതിയിലാണ് SFIയുടെ ഏകാധിപത്യം.
അവിടെ SFIക്ക് ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ കൊടി സ്ഥാപിക്കുന്ന ദിവസം, മുദ്രാവാക്യം വിളിക്കുന്ന ദിവസം, മറ്റ് സംഘടനകൾ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം അവിടെ ചോരപ്പുഴ ഒഴുകുമെന്ന് കണ്ണൂരത്തെ മാധ്യമ പ്രവർത്തകർക്ക്, കണ്ണൂരത്തെ പോലീസുകാർക്കൊക്കെ ഒരു സാധാരണ സംഭവമാണ്. അത് അവിടെ ഉറപ്പായിട്ടും നടക്കുമെന്ന രീതിയിലാണ് അവിടുത്തെ ബോധത്തെ വരെ SFI സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കണ്ണൂരിൽ മാത്രമല്ലല്ലോ, തിരുവനന്തപുരത്തെ സംഭവങ്ങളും നമ്മൾ ഈ വാർത്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. കാരണം സിദ്ധാർത്ഥുമാർ സംഭവിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ സമരത്തിന് ഇറങ്ങൂ, സിദ്ധാർത്ഥുമാരെ പോലെ ജീവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വാർത്ത കൊടുക്കൂ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ നോക്കിയിരിക്കാൻ പറ്റില്ല. ഇവിടെ 5 മിനിറ്റ് മുന്നേ നമ്മൾ കണ്ട വാർത്ത എന്താണ്? ഇടുക്കിയിൽ MM മണിയുടെ പ്രസംഗമാണ്. തല്ലണ്ടവരെ തല്ലണം, തിരിച്ചു തല്ലിയും അടിച്ചൊതുക്കിയുമാണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന് അങ്ങനെ പറയുമ്പോൾ കെ സുധാകരൻ പറഞ്ഞ കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് തിരിച്ചടിക്കാം എന്ന് കെ സുധാകരൻ പറയുന്ന കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി, ഞാൻ വരാം. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് PS ഉണ്ട് നമ്മളോടൊപ്പം. സഞ്ജീവ്, ഒരു മിനിറ്റ്, ഞാൻ വരാം. സഞ്ജീവിലേക്ക് ഒന്ന് പോയിട്ട്. സഞ്ജീവ്, ഇന്ന് ഈ ITIയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി SFI ഇടപെട്ടു എന്നാണ്. നാളെ നോമിനേഷൻ കൊടുക്കേണ്ടതാണ്, ആ നോമിനേഷൻ കൊടുക്കുന്നതിനെ തടയുക എന്നതായിരുന്നു സംഘർഷം ഉണ്ടാക്കിയതിന് പിന്നിൽ SFIയുടെ താല്പര്യം. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ജില്ലാ സെക്രട്ടറി ആയ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് PD സതീശൻ ഇത് SFI ഉണ്ടാക്കിയ സംഘർഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് വില നൽകുകയെങ്കിലും വേണം. പറയുമ്പോൾ സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും തങ്ങളുടെ പ്രസ്താവനയിൽ ഉണ്ടാകണം. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തിൻ്റെ മാന്യത, അത് ലോകചരിത്രത്തിൽ എന്തൊക്കെ സംഭാവന ചെയ്ത ഒരു സ്ഥാനമാണ് ഓരോ സ്ഥലങ്ങളിലും എന്ന് ഞങ്ങൾക്കറിയാം, നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എൻ്റെ ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഞാൻ ആ പ്രദേശത്തുണ്ട്, ആ സ്ഥലത്തുണ്ട്, ആ ക്യാമ്പസിലുണ്ട്, ആ നിമിഷത്തിൽ ഞാൻ അവിടെയുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ക്യാമ്പസിൽ ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന നേതാവ് ഇവിടെ പറയുന്നത് കേട്ടു, അവിടെ KSU പതാക ഉയർത്തിയാൽ അന്ന് അവിടെ ചോരക്കുളം ഒഴുകുമെന്ന് ഒരു പൊതു സത്യമല്ലേ? ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഇവരുടെ കുടില ബുദ്ധിയും ഒരു പൊതു സത്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞങ്ങൾ ഇന്നവിടെ ഒരു പ്രതിഷേധ സമരം മുൻകൂട്ടി കോൾ ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധ സമരത്തിൻ്റെ ഇടയിലേക്ക് ഇവരുടേതായ ആവശ്യം, നാളെയാണ് ITI നോമിനേഷൻ, ഇന്ന് നോമിനേഷൻ, നാളെ ITI നോമിനേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഇന്നേ പ്രശ്നം ഉണ്ടാക്കാൻ SFI അവിടെ എന്തേ ആലോചിച്ചു എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അത് തെറ്റാവുകയാണ്. കാരണം എന്താണ്? ഇന്ന് അവിടെ ഒരു സാധാരണ നിലയിൽ ഒരു പ്രതിഷേധ സമരം നടക്കുന്നുണ്ട്. ഞാൻ അതിനെ അഭിവാദ്യം ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികളും ഈ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. ഈ ക്യാമറ ഒന്ന് സൂം ചെയ്താൽ ഈ KSU നേതാക്കന്മാർ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന്, എൻ്റെ കയ്യിലുള്ള ഈ ഫോണിൽ നിന്ന്, ഇത് മറ്റൊരു ചാനലിൻ്റെ ബൈറ്റാണ്, ആ ഭാഗത്ത് നിന്ന് ഒരു ആൾ ഓടി വന്ന് SFI വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഓടിക്കയറുകയാണ്. അതുവരെ അവിടെ സംഘർഷമൊന്നുമില്ല കേട്ടോ, മാധ്യമപ്രവർത്തനം മനസ്സിലാക്കണം. അതുവരെ വാക്കേറ്റം നടക്കുകയാണ്, ഞങ്ങളവിടെ ഉണ്ട്. ഓടിക്കയറി ഈ 17 വയസ്സുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ ഓടിക്കയറുകയാണ്. ഈ 17ഉം 16ഉം വയസ്സുള്ള +2 കഴിഞ്ഞ് എത്തുന്ന ITI വിദ്യാർത്ഥികളെ ഇവർ ആക്രമിക്കാൻ തീരുമാനിച്ചാണ് ഇന്ന് അവിടെ എത്തിയത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവിടുത്തെ KSU നേതാവിന് അറിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ പിന്നീട് പഠിക്കേണ്ടി വരും. KSUവിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ ഇവിടുത്തെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് നേരിട്ട് പറഞ്ഞു, കണ്ണൂർ ITIയിൽ ഇന്ന് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും, നിങ്ങൾ മുഴുവൻ പേരും വരണം, ഞങ്ങൾ മുഴുവൻ പേരും അവിടെ എത്തുന്നുണ്ട്, അവിടെ ഞങ്ങൾ പോലീസിന് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, ആ പ്രശ്നത്തിലേക്ക് മുഴുവൻ മാധ്യമങ്ങളും. ഞാൻ അവിടെ എത്തുമ്പോൾ, ഞാൻ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തുമ്പോൾ, അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തുമ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 20 മാധ്യമ ചാനലുകൾ അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. ആ 20 മാധ്യമ ചാനലുകളും പോലീസും എല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ, ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, KSUക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ എത്തണം, ഇവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകും, ഞങ്ങൾ പലതും ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുദ്ദേശിച്ചിട്ടുണ്ട്. 5 വിദ്യാർത്ഥികൾ കൂട്ടപ്പൊരിച്ചിലാണ് പിന്നീട് ഉണ്ടായത്. കൊടിമരം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആരാണ് കൊടിമരം നശിപ്പിച്ചത്?
ഇല്ല, അവിടെ ഒരു വസ്തുതാവിരുദ്ധമായ പ്രശ്നമുണ്ട്. ഇന്ന് കൊടിമരവും മറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവരുടെ ആവശ്യം പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോകണം, അങ്ങനെ എന്തോ ഒരു വിഷയമായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല. ഇന്ന് സഞ്ജീവ് നേരത്തെ സഞ്ജീവ് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടു മാധ്യമങ്ങൾ ഇതെങ്ങനെ നേരത്തെ അറിഞ്ഞു. പോലീസ് ഇതെങ്ങനെയാണ് നേരത്തെ അറിഞ്ഞത്? എന്തുകൊണ്ടാണ് കോളേജിലെ ക്യാമ്പസിൽ പോലീസിന് നിലയുറപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത് സഞ്ജീവ്? അപ്പോഴവിടെ ഒരു പ്രശ്ന സാധ്യത മേഖലയായി ആ കോളേജ് ക്യാമ്പസ് മാറിയിരുന്നു. അതെങ്ങനെ മാറി? അതിന്റെ തുടക്കം എവിടെയാണ്? അവിടെയാണ് ആൻ പറഞ്ഞത് അവിടെ സ്വതന്ത്രമായി വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്താൻ SFI അല്ലാതെ മറ്റാർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. SFIയുടെ കോട്ടയാക്കി അത് മാറ്റി. യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത് ഇടിമുറിയാക്കി മാറ്റി. ഇതൊക്കെയല്ലേ നിങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം? യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് ഒരിക്കലുമില്ല. KSUവിന്റെ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യൂണിറ്റ് ഭാരവാഹികളുണ്ട്. യൂണിറ്റ് കമ്മിറ്റിയൊക്കെ അവിടെ പ്രവർത്തിക്കുന്നതാണ്. അക്കാദമിക് ഇയർ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. നിങ്ങൾ എന്തിനാണെന്നേ ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ ചാപ്പ് കുത്തുന്നത്? കേരളത്തിൽ SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. ഞങ്ങളെല്ലാവരും ഇത് അവസാനിപ്പിച്ചു പോകണോ? ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, നിലപാടുണ്ട്. സംഘപരിവാറിനെതിരെയും ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ വിഷയത്തിലും നിലപാടുള്ള ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ശക്തമായ സമരം സംഘടിപ്പിക്കാറുണ്ട്, ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിലെ ഒരു ബഹുഭൂരിപക്ഷം വിഭാഗം ഞങ്ങളോടൊപ്പം നിലയുറപ്പിക്കുന്നു. അടിയില് SFI പ്രവർത്തകർ സമാധാനത്തിന് വേണ്ടി കയ്യും കെട്ടി മാറി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ, ഞങ്ങൾ നേരത്തെ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് പൂർണ്ണ സമയം അവിടെ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ രണ്ടുപേരും കാണാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ കൃത്യമായി ഞങ്ങളവിടെ നിലയുറപ്പിച്ച് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും കൂട്ടം കൂടി, അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവരുമായി ബന്ധപ്പെട്ട് തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഘട്ടത്തിൽ KSUവിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഓടി വരികയാണ്. മാതൃഭൂമിന്റെ മനോരമയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വീഡിയോ വിഷ്വൽ കറക്റ്റായി കാണാൻ പറ്റാത്ത സൗകര്യത്തിലാണ് ഞാനുള്ളത്. അസൗകര്യം എനിക്കുണ്ട്. എന്താണ് വിഷയം? അവിടെ നിന്ന് ഒരാൾ ഓടിക്കേറി ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വരികയാണ്. ഇത്രമേൽ രോഷാകുലരായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരു KSUവിന്റെ ഗുണ്ട ഓടിക്കേറി വരികയാണ്. പിന്നെ അവിടെ നടന്നത് പരസ്പരമുള്ള വാക്കേറ്റത്തിനേക്കാൾ അപ്പുറം പരസ്പരമുള്ള സംഘർഷത്തിലേക്ക് പോയി. ആ സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശി. അതിനിടയിൽ ഞങ്ങളുടെ 5 പേർക്ക് പരിക്കേറ്റു. അതിൽ ഒരാളുടെ തല പൊട്ടി. ഒരു വിദ്യാർത്ഥിയുടെ 17 വയസ്സുള്ളൊരു പയ്യൻ്റെത്. ആ പയ്യൻ്റെ പേര് ആസിക്കുന്ന ഷാരോണും ആദിത്തും അജന്നയും നവനീതും ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റ്. അതിൽ ഒരാളുടെ തലപൊട്ടി. അയാൾ ആശുപത്രിയിലാണ്, കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ അയാൾ ചികിത്സ തേടി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടാകുന്ന എല്ലാ സംഘർഷവും ഞങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും ഞങ്ങൾ ഇപ്പോൾ KSU അങ്ങോട്ട് വരുന്നത് കൊണ്ട് അവിടെ എന്തായാലും സംഘർഷം ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ശരിയായ നിലയിൽ ഇങ്ങനെ തന്നെ കാണണം. ഇങ്ങനെ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, KSUവിന്റെ നേതാക്കന്മാർ, ഈ ഗുണ്ടകൾ അവരോട് പറഞ്ഞത്. കണ്ണൂർ ITയിൽ ശരി, ഞാൻ ആൻ സെബാസ്റ്റ്യനിലേക്ക് ഒന്ന് പോട്ടെ സഞ്ജയ്. ആൻ സെബാസ്റ്റ്യൻ, അതായത് ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായി ആ ക്യാമ്പസ് മാറിയിരുന്നു എന്ന് ആൻ പറഞ്ഞു. കാരണം അത് ഇപ്പോൾ തുടങ്ങിയ സംഭവമല്ല. സെപ്റ്റംബർ 26-ാം തീയതി തുടങ്ങിയ സംഭവങ്ങൾ തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നം SFIയും KSUവും തമ്മിലുണ്ടായിരുന്നു. അത് ഇന്ന് അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലെത്തി. പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വരണമെന്ന് മാധ്യമപ്രവർത്തകരെ നേരത്തെ വിളിച്ചറിയിച്ച് ഈ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ KSU ബോധപൂർവ്വം ശ്രമിച്ചു എന്നാണ് സഞ്ജീവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. മാത്രമല്ല, ഒരു KSU പ്രവർത്തകൻ SFIക്കാർ നിന്ന ഇടത്തിലേക്ക് ഓടിക്കയറി അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് സഞ്ജീവ് ഇവിടെ പറഞ്ഞത്. ഈ സംഘർഷത്തിൻ്റെ കാരണക്കാർ SFI ആണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തൊക്കെ വിവരങ്ങളാണ് ആൻ സെബാസ്റ്റ്യൻ KSUവിൻ്റെ പക്കലുള്ളത്, പോലീസിന് കൈമാറാൻ കഴിയുന്നത്? പോലീസ് ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി നിഷ്പക്ഷമായി ഇടപെട്ടില്ല എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഇവിടെ SFI നേതാക്കൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് KSUക്കാർ സെറ്റിട്ട ഒരു നാടകമായിരുന്നു, KSUക്കാർ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന നാടകത്തിൽ അഭിനയിക്കാൻ വന്നവരാണോ SFIക്കാർ? ഇവിടെ റിബിൻ എന്ന് പറയുന്ന യൂണിറ്റ് പ്രസിഡന്റിനെ 10 മിനിറ്റ് താഴെയിട്ട് ചവിട്ടിയിട്ട് അവൻ ചത്തു എന്ന് വിളിച്ചു പറയുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു വലിയ സംഘർഷം ഉണ്ടാകുമ്പോൾ പല മാധ്യമങ്ങളിൽ പല ദൃശ്യങ്ങൾ വരും. അപ്പോൾ SFIക്കാരൻ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, അല്ലെങ്കിൽ KSUക്കാരൻ അങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ള വാദങ്ങൾക്കപ്പുറം ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ റിബിൻ എന്ന യൂണിറ്റ് പ്രസിഡന്റിന് നട്ടെല്ലിന്
പരിക്കുണ്ട് എന്ന് ഡോക്ടർമാർ കണ്ണൂരിലെ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന അവസരമാണ്. സെപ്റ്റംബർ 26 മുതൽ നടക്കുന്ന സംഘർഷമാണ്. ഒക്ടോബറിൽ മാത്രമാണ് യൂണിറ്റ് ശക്തമായി വരുന്നു. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കരുതെന്നുള്ള 8 ആഴ്ച തുടർച്ചയായിട്ട് സംസ്ഥാന വ്യാപകമായി KSU സംസ്ഥാന കമ്മിറ്റി 8 ശനിയാഴ്ചകൾ പഠിപ്പ് മുടക്കി സമരം ചെയ്തതിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥിയാണ് റിബിൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി. അങ്ങനെ സമരം ചെയ്തതിന്റെ ഭാഗമായി KSU വലിയ ശക്തിയോടുകൂടി ITIകളിൽ തിരിച്ചു വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പോളിടെക്നിക് തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയാണ് ചെങ്കോട്ടകൾ തകർന്നു വീഴുന്നത് എന്ന് കണ്ട് ITIയിൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ഈ ഒരു മാസക്കാലം 1-2 മാസക്കാലമായിട്ട് മൃഗീയമായിട്ട് പൈശാചികമായിട്ട് എതിർക്കുന്ന ശബ്ദങ്ങളെ, അത് KSU തന്നെ ആവണമെന്നില്ല, നിഷ്പക്ഷ വിദ്യാർത്ഥികളായിരിക്കാം, ഒരുപക്ഷെ SFIയിൽ തന്നെ വിയോജിപ്പുള്ളവരെ പോലും ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത് SFI ആണ് ഇപ്പോൾ KSUക്കാർ ആലോചിച്ചുണ്ടാക്കിയ ഒരു ഇതാണെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അനസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ, ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ഇടിമുറയിലിട്ട് വിചാരണ ചെയ്യുന്നത് KSUക്കാരുടെ പ്ലാനാണോ? അവരാണോ ആ ഡ്രാമ സെറ്റ് ഇട്ടത്? ഏറ്റവും രസം എന്ന് പറയുന്നത് SFIയുടെ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള അനസിന് ക്യാമ്പസിൽ പേടി കൂടാതെ വരണമെങ്കിൽ നാട്ടിലെ DYFIക്കാരുടെ കൂട്ടുപിടിച്ച് വരേണ്ട ഗതികേടിയിലേക്കാണ് എത്തിയത്. പിണറായി വിജയൻ ഭിന്നശേഷി ദിവസത്തിൽ ഭിന്നശേഷിക്കാരുടെ ക്ഷേമമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന സന്ദേശം പോസ്റ്റ് ഇട്ട ദിവസമാണ് അനസിനെ 4 SFI നേതാക്കൾ ചേർന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വിചാരണ നടത്തുന്നത്. സിദ്ധാർത്ഥിന്റെ വീടുള്ള ജില്ലയാണ് ഈ സംഭവത്തിൽ ഇന്നിപ്പോൾ കൊടിമരം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണോ സംഘർഷത്തിന് കാരണമായത് ഇപ്പോഴതോ നിങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യം ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധമാണോ? കൊടിമരം ഇടുന്നത് മുതൽ നാളത്തെ നോമിനേഷനിൽ KSU ശക്തമായിട്ടുള്ള ഒരു മത്സരം മുന്നോട്ട് വെക്കാൻ പോകുന്നു എന്നതും ഈ ITIയിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം, ITIയുടെ വിദ്യാർത്ഥികളുടെ ആവശ്യമുണ്ടല്ലോ, ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കരുതെന്ന്. 8 ആഴ്ച മുടങ്ങാതെയാണ് സംസ്ഥാന വ്യാപകമായിട്ട് നമ്മൾ സമരം നയിക്കുന്നത്. ശനിയാഴ്ച ക്യാമ്പസുകൾ ഉണ്ടാകരുതെന്നുള്ള ആവശ്യത്തിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി KSU സമരം ചെയ്യുമ്പോൾ KSUക്കാരെ ക്യാമ്പസിന്റെ അകത്ത് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുള്ള പോരാട്ടത്തിനാണ് SFIക്കാർ ഇറങ്ങുന്നത്. കണ്ണൂർ തോട്ടടയിലെ ഗവൺമെന്റ് ITIയിലുണ്ടായ KSU SFI സംഘർഷത്തിന്റെ കാരണങ്ങളിൽ അത് ഉയർത്തുന്ന ചോദ്യങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. സഞ്ജീവ് PS ആണ് SFIയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സഞ്ജീവ്, ഇത് KSUവിന്റെ പ്ലാൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ നിങ്ങളടക്കമുള്ള ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധം എന്നത് SFIയുടെ പ്ലാൻ ആണെന്നും പറയാമല്ലോ. സംഘർഷം ഉണ്ടാക്കി നാളത്തെ ഈ നോമിനേഷൻ നൽകുന്നവർ കൂടുതൽ പേരെ തടയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് നിങ്ങളുടെ പ്ലാനാണ് എന്ന ആരോപണവും ഉണ്ടാകാമല്ലോ. അങ്ങനെ ഒരു ആരോപണം KSUവിന് സമയം വരില്ല, മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഞങ്ങൾക്കുണ്ട്. ഈ നിമിഷം വരെയായി എന്തിനാണ് ഇന്ന് KSU നേതാക്കന്മാർ അവിടെ വന്നതായി ഉള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വ്യാജ വാർത്തകളെക്കുറിച്ച് നിർമ്മിതിയെക്കുറിച്ച് കൃത്യമായി പലതും പറഞ്ഞ് ഇങ്ങനെ ഗീർവാണം പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തിപരമായി ഞങ്ങൾക്കെതിരെ ഉൾപ്പെടെ ആരോപണം നടത്തിയിരിക്കുകയാണ്. എന്താണ് വിഷയമെന്ന് ഞങ്ങൾ കൃത്യമായി നേരത്തെയും ഇപ്പോഴും ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെ ഇന്ന് സംഘർഷം ഉണ്ടാക്കുക അവിടെ ഇങ്ങനെയൊരു പ്രതീതിയാണ്, ഇങ്ങനെയൊരു വലിയ അക്രമവാഴ്ചയാണ് അവിടെ നടത്തുന്നത് എന്ന് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാൻ, വിദ്യാർത്ഥികൾക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കാൻ, ഈ വിദ്യാർത്ഥികളെയൊക്കെ ആക്രമിക്കുക എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ കോൺഗ്രസ് KSU അവിടെ നടത്തി. ഞാൻ നേരത്തെയും പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് ഇത് മുഴുവൻ. അതുവരെ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഒരു അഭിവാദ്യം ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയാണ്, ആ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അവിടെ അഭിവാദ്യം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായി. ഞങ്ങൾ താഴോട്ടേക്ക് വന്ന് ആദ്യഘട്ടത്തിലൊക്കെ പൂർണ്ണമായും അവിടുത്തെ പ്രദേശത്തെ CAയോട് ഉൾപ്പെടെ നിങ്ങൾക്ക് സംസാരിച്ചാൽ മനസ്സിലാകും. അവിടെ ഞങ്ങൾ ഇതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഘട്ടത്തിലാണ് മതിൽ ചാടിയ ഒരാൾ, ഗേറ്റ് വഴിയൊന്നുമല്ല, മതിൽ ചാടിയ ഒരാൾ ഓടി വന്ന് ഈ SFI വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഓടിക്കയറുന്നത്. അതോടുകൂടി ഈ പറഞ്ഞ സംഘർഷം അയാൾ വന്ന് വിദ്യാർത്ഥികൾ അടിക്കുന്നതോടുകൂടി വലിയ നിലയിലേക്ക് അവിടെ സംഘർഷം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ നിലയിൽ ഞങ്ങളൊരു സംഘർഷം ഉണ്ടാക്കി ഞങ്ങൾക്ക് നാളെ നടക്കുന്ന നോമിനേഷനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾക്ക്
ഭൂരിപക്ഷമുള്ള ഞങ്ങൾക്ക് നല്ല സംഘടനാ സ്വാധീനമുള്ള സ്ഥലമാണ് ITI. അവിടെ പഠിക്കുന്ന 1200 വിദ്യാർത്ഥികളിൽ 1000-ൽ കൂടുതൽ വിദ്യാർത്ഥികളും SFI മെമ്പർമാരാണ്. അതിൽ കൂടുതലായി നമ്മുടെ വലിയ നിലയിൽ നമ്മുടെ SFIയുടെ ക്യാമ്പയിനുകളോടൊപ്പം വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ ITIയിലുള്ളത്. ITI ആവട്ടെ, പോളി ആവട്ടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിലയിൽ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല. നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ ഭാഷ വീണ്ടും കടം കൊണ്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അക്രമത്തിന് കോപ്പൂട്ടുകയാണ്. ക്യാമ്പസിൽ ഞങ്ങൾ എന്തും ചെയ്യും. SFIക്കാരെ കൊല്ലാനാണെങ്കിൽ കൊല്ലാനാണ്. ഈ കണ്ണൂരിൽ വന്നാണ് ആൻ സെബാസ്റ്റ്യൻ SFIക്ക് ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നത്. SFIയുടെ അഷറഫിനെ കൊലപ്പെടുത്തിയ, ധീരജിനെ കൊലപ്പെടുത്തിയ ഒരു രാഷ്ട്രീയമുള്ള സ്ഥലമാണ് ഈ കണ്ണൂരിലെ കോൺഗ്രസിനുള്ളത്. സ്വന്തം KSU പ്രവർത്തകനായിട്ടുള്ള പുതിയ വീട്ടിൽ ബഷീറിനെ സമയം കുറവായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ആൻ സെബാസ്റ്റ്യൻ, ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ കോളേജിൽ എന്താണ് ആൻ സെബാസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചുരുക്കി പറയണം. എപ്പോഴും പറഞ്ഞിട്ടില്ല, അതുകൂടി പറയണം. ഈ പറയുന്ന SFIയുടെ ജില്ലാ നേതാവ് സജീവ് ആ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? ആ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ സജീവ്? ഈ SFI നേതാവ് ഇപ്പോൾ ക്യാമ്പസിൽ പോയി അവരെ അഭിവാദ്യം ചെയ്യാൻ പോയി എന്ന് പറയുന്നു. നോമിനേഷൻ കൊടുക്കുന്ന ഇലക്ഷൻ സമീപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ KSU നേതാക്കൾ ഒരു ക്യാമ്പസിൽ കടന്നു ചെല്ലുന്നത് അക്രമം സൃഷ്ടിക്കാനും SFIയുടെ വ്യാജ വാർത്ത സൃഷ്ടിക്കാനും SFI നേതാക്കൾ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യാനും അതെങ്ങനെയാണ് രണ്ട് നിയമം സംഭവിക്കുന്നത്? ഇന്ന് ഫൈനൽ ഇലക്ടർ റോളാണ്. ഇന്ന് നോമിനേഷൻ നാളെയാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ITIയിലൊന്നും ഇടപെടാത്തതിന്റെ പ്രശ്നം ഉണ്ട് അതിൻ്റെ അകത്ത്. അല്ല ഓക്കെ ഫൈൻ. അല്ല അതൊക്കെ ക്യാമ്പസിൽ കടന്നു ചെന്നതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും KSU നേതാക്കൾ ആ ക്യാമ്പസിലേക്ക് എത്തുന്നുണ്ട്. അവിടെ KSUവിന്റെ നേതാക്കന്മാരും അതിന്റെ ഉള്ളിലേക്ക് വന്നിരുന്നല്ലോ. KSUവിന്റെ ഫർഹാനും KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാനും അതുൽ MC-യും എല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് കയറുന്നിടത്ത് എനിക്ക് കയറിക്കൂടെ? ഈ സംഘർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവരൊക്കെ വന്നിട്ടുണ്ട്. അവരുള്ള സ്ഥലത്ത് മാത്രമാണ് ഞാനുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള പെർമിഷൻ ഒന്നും എനിക്കില്ല. ഞാൻ വിദ്യാർത്ഥി തന്നെയാണ്. ഈ വിഷയം കൈവിട്ടു പോയപ്പോഴാണ് ഞങ്ങൾ ഇടപെടാൻ അനിശ്ചിതമായി അടച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാന മുഹമ്മദ് റിബിൻ എന്ന KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിന് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ചികിത്സയിലാണ്. ആ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഉള്ളത്. SFI പ്രവർത്തകർക്കും പരിക്കേറ്റുണ്ട്. അവരും ചികിത്സയിലാണെന്ന് SFI നേതാവ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും കണ്ണൂരിലെ ITIയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെ സംസ്ഥാന നേതാക്കൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു കഴിഞ്ഞു. ഇനി ഏത് തരത്തിൽ പോലീസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് നോക്കിയായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഈ ചർച്ചയിൽ പങ്കെടുത്തത് 2 വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികളായിരുന്നു. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.